നമസ്കാരം. ഇന്ന് കറുത്തവാവ്, അതായത് അമാവാസി ദിവസമാണ്. എല്ലാ മാസത്തിലെ അമാവാസിയും പ്രാധാന്യമുള്ളതാണെങ്കിലും കർക്കിടക മാസത്തിലെ ഈ കറുത്തവാവ് ദിവസമാണ് നാം ബലി ഇടാറുള്ളത്. എല്ലാ അമാവാസികളും പിതൃകർമ്മങ്ങൾക്ക് ശ്രേഷ്ഠമാണെങ്കിലും ദക്ഷിണായന കാലത്തിലെ ആദ്യത്തെ അമാവാസിയായ കർക്കിടകവാവിനാണ് പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യാറുള്ളത്. എല്ലാവരും കർക്കിടകവാവ് ദിവസം ബലിതർപ്പണം ചെയ്തിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഈ അമാവാസി ദിവസം വളരെയധികം ശ്രേഷ്ഠകരമായ ഒരു ദിവസം ആണെന്ന് പറഞ്ഞുവല്ലോ. ഇന്ന് നാം ചെയ്യുന്ന താന്ത്രിക കർമ്മങ്ങൾക്ക് വളരെയധികം ഫലമാണ് ഉണ്ടാവുന്നത്. അതായത് അമാവാസി ദിവസം രാത്രി ദിവസങ്ങളിൽ കല്ലുപ്പ് കൊണ്ട് നാം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നമുക്ക് നല്ലൊരു പുരോഗതി തന്നെ ഉണ്ടാകുന്നതാണ്. വ്യാഴാഴ്ച ദിവസമാണ് ഈ അമാവാസി വന്നിരിക്കുന്നത്. ആയതിനാൽ നമുക്ക് കുബേരൻ്റെ ദിവസമായ ഇന്നേ ദിവസം കുറച്ച് ഉപ്പ് ഒരു ബൗളിൽ എടുത്തിട്ട് അതിൽ ഒരു 5 രൂപ കോയിൻ നിങ്ങൾ എടുത്തു വെക്കുക. ആ ഉപ്പിനുള്ളിൽ വെക്കുക. കല്ലുപ്പിലാണ് ഈ 5 രൂപ കോയിൻ വെക്കേണ്ടത്. കല്ലുപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, സാക്ഷാൽ മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്നതാണ്. അതുപോലെ തന്നെ കുബേരൻ്റെ സംഖ്യയാണ് 5 എന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പറയേണ്ടതില്ലല്ലോ അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും ചെയ്യാവുന്നതാണ്. അതായത് ഒരു 18 വ്യാഴാഴ്ച ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. കൂടാതെ ധനവരവ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇനി ഈ അമാവാസി ദിവസം കല്ലുപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരിഹാരമാണ്, ഒരു ചെറിയ ബൗളിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അതിൽ ഒരു കഷ്ണം കരിക്കട്ട, ചാർക്കോൾ എന്നൊക്കെ പറയുന്ന കരിക്കട്ട ഇട്ട് വെച്ചാൽ വീടിൻ്റെ ഹോളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇത് നാളെ രാവിലെ അത് കരിക്കട്ടയും കല്ലുപ്പും ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഒരു പോസിറ്റീവ് എനർജി വരികയും വീട്ടിൽ പല രീതിയിൽ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് കല്ലുപ്പ് കൊണ്ടുള്ള പരിഹാരം തന്നെയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിൽ മാത്രമായിട്ട് ഹോളിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കല്ലുപ്പ് ഇട്ട് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു 5 ചെറിയ മൺവിളക്കിൽ കുറേശ്ശെ കല്ലുപ്പിട്ട് വീടിൻ്റെ ഹോളിലും ബെഡ്റൂമിലും ബാത്റൂമിലും മറ്റു മുറികളിലും വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര മുറിയുണ്ടോ ആ മുറികളിലൊക്കെ ഉപ്പ് നിറച്ച ഈ മൺചിരാത് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് 5 മൺചിരാത് എടുക്കാനില്ലെങ്കിൽ ഒരു 5 കഷ്ണം പേപ്പറിലാക്കി ഉപ്പ് വെക്കാവുന്നതാണ്. ഈ ഉപ്പെല്ലാം കൂടി അടുത്ത ദിവസം രാവിലെ സിങ്കിലിട്ട് വെള്ളമൊഴിച്ച് അലിയിച്ച് കളയിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇത് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്